நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ തിരുവെമ്പാവൈ എന്ന അധ്യായത്തിലെ അടുത്ത ചില പാട്ടുകളിലേക്കാണ് നാം കടക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന തോഴിയെ ഉണർത്തുന്ന തോഴിമാരുടെ ഒരു ഉണർത്തുപാട്ടും ശിവസ്തുതിയുമാണ് നാം ഇനി കാണാൻ പോകുന്നത്. മുത്തത്ത പുഞ്ചിരിയാളെ നീ മുമ്പേ എഴുന്നേറ്റ് വന്ന് എതിരേറ്റിയിടുമ്പോൾ താതൻ അമൃതത്വ ആനന്ദസ്വരൂപനെന്നോതുമ്പോൾ തേനൂറും നാവുള്ളോൾ തുറക്കുക വന്ന് നിൻ വാതിൽ എന്ന് മറുമൊഴി കേൾക്കായകത്തു നിന്നും കൂറെഴുന്നോർ നിങ്ങൾ ഈശനിൽ മുന്നമേ മുറയെല്ലാം നന്നായി അറിഞ്ഞിടുന്നോർ പുതിയതാം ഭക്തകളാകുന്ന ഞങ്ങളെ പിഴകൾ പൊറുത്തേറ്റു കൊണ്ടിടണം. നിൻ പ്രേമം സ്വാമിയിൽ എത്രയുണ്ടെന്നതും നന്നായി അറിയാത്തോരല്ല ഞങ്ങൾ. ചിത്തം തെളിഞ്ഞവരീശനെ വാഴ്ത്തിയിടും. ഇത്രയും നമ്മൾക്ക് വേണം തോഴി. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന തോഴിയെ ഉണർത്താൻ വേണ്ടി സുഹൃത്തുക്കൾ തോഴിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ തോഴി പറയുകയാണ്, മുത്തത്ത പുഞ്ചിരിയാളെ നീ മുമ്പേ എഴുന്നേറ്റ് വാതിൽ തുറക്കൂ. അല്ലയോ സുന്ദരി, നീ വാതിൽ തുറക്കൂ. നീ എങ്ങനെയുള്ളവനാണ്? താതൻ അമൃതത്തോൻ ആനന്ദരൂപൻ എന്നോതുമ്പോൾ തേനൂറും നാവുള്ളോൾ. അങ്ങേറ്റത്തെ ശിവഭക്തയാണ് നീ. ശിവഭക്തയായ നിൻ്റെ നാവിൽ നിന്ന് തേനൂറുന്ന സ്തുതിഗീതങ്ങളാണ് എപ്പോഴും മുഴങ്ങാറുള്ളത്. അങ്ങനെയുള്ള അല്ലയോ തോഴി ഉണരുക. പിന്നെ മറുമൊഴി കേൾക്കയായി അകത്തു നിന്നും. അപ്പോൾ അകത്തു നിന്ന് ഉറങ്ങിക്കിടക്കുന്ന അവൾ എഴുന്നേറ്റിട്ട് മറുപടി പറയുകയാണ്, കൂറെഴുന്നോർ നിങ്ങൾ ഈശനിൽ മുന്നമേ മുറയെല്ലാം നന്നായി അറിഞ്ഞിടുന്നോർ. നിങ്ങൾ ഈശ്വരനോടുള്ള ശിവനോട് അത്യന്ത ഭക്തിയുള്ളവരാണ് നിങ്ങളും. കൂറെഴുമ്പോൾ നിങ്ങൾ ഈശനിൽ മുന്നമേ മുറയെല്ലാം നന്നായി അറിഞ്ഞോർ. ഈശ്വര നിയമങ്ങളെല്ലാം, ശിവപൂജയുടെ എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ശിവനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, അതിൻ്റെ അനുഷ്ഠാനക്രമങ്ങൾ എന്താണ്, ഇതെല്ലാം അല്ലയോ തോഴിമാരെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പുതിയോരാം ഭക്തകളാകുന്ന ഞങ്ങളെ പിഴകൾ പൊറുത്തേറ്റു കൊണ്ടിടണം. പിഴകൾ പൊറുത്ത് ഞങ്ങളെ അല്ലയോ സുന്ദരിമാരായ തോഴിമാരെ നിങ്ങൾ കൈക്കൊള്ളണം. നിൻ പ്രേമം സ്വാമിയിൽ എത്ര എന്നത് നന്നായി അറിയാത്തവരല്ല ഞങ്ങൾ. നിൻ്റെ പ്രേമം സ്വാമിയോടുള്ള അല്ലയോ തോഴി, നിൻ്റെ പ്രേമം എത്ര അഗാധമാണെന്ന് അറിയാത്തവരല്ല ഞങ്ങൾ. ചിത്തം തെളിഞ്ഞവർ ഈശനെ വാഴ്ത്തിയും ഇത്രയും നമുക്ക് വേണം തോഴി. അല്ലയോ തോഴി, ചിത്തം തെളിഞ്ഞ് ഞങ്ങളുടെ കൂടെ പൊയ്കയിൽ കുളിക്കാൻ വേണ്ടി വരിക. എന്നിട്ട് തിരുവണ്ണാമലയിലെ ശിവക്ഷേത്രത്തിൽ പോയി ശിവനെ സ്തുതിച്ച് പാടാം. അപ്പോൾ തോഴിമാർ മറ്റൊരു തോഴിയുടെ വീട്ടിൽ ചെന്നിട്ട് അവളെ വിളിച്ചുണർത്തുന്നു. അല്ലയോ തോഴി, നീ ഈശ്വരനാമം ഉച്ചരിക്കുമ്പോൾ തന്നെ നിൻ്റെ നാവിൽ നിന്ന് മാധുര്യമോറുന്ന തേൻ പൊഴിഞ്ഞു വരും. അത്രയ്ക്ക് തേനൂറുന്ന ശിവസ്തുതികളാണ് നീ പാടാറുള്ളത്. അങ്ങനെയുള്ള അല്ലയോ തോഴി ഉണരൂ. എന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ വരൂ. കാരണം നിനക്കും അതേപോലെ ചിലർക്കും ഈ ശിവസ്തുതിയെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ ശിവൻ്റെ പൂജയുടെ അനുഷ്ഠാന വിധികളെക്കുറിച്ചുമെല്ലാം നന്നായിട്ടറിയാം. അങ്ങനെ നീ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ശിവാനുഷ്ഠാനങ്ങളിലും ശിവപൂജകളിലും ഞങ്ങൾക്ക് മാർഗദർശികളാകണം. ഞങ്ങൾ ഏറെക്കുറെ പുതിയവരാണ്, പുതിയ ശിവ അടിയാന്മാരാണ്. അതുകൊണ്ട് ഞങ്ങളെ നയിക്കാൻ വേണ്ടി അല്ലയോ തോഴി നീ ഉണരൂ. എന്നിട്ട് മറ്റ് ചില തോഴിമാരോടൊത്ത് നീ
ശിവനിയമങ്ങൾ അനുസരിച്ചുള്ള ശിവാനുഷ്ഠാനങ്ങൾ ചെയ്ത് ഞങ്ങളെ തിരുവണ്ണാമലയിലെ ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് ഇവിടെ തോഴിമാർ ഈ തോഴിയോട് ഉണർത്തുന്നത്. അപ്പോൾ ഈ തോഴി പരിചയസമ്പന്നയായ തോഴിയാണ്. ഉറങ്ങിക്കിടക്കുന്ന തോഴി പരിചയസമ്പന്നയായ തോഴിയാണ്. ആ പുതിയ തോഴിമാരുടെ ലീഡർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന തോഴി. ആ ഉറങ്ങിക്കിടക്കുന്ന തോഴിയോട് പറയുകയാണ്, അല്ലയോ തോഴി, നിനക്ക് ശിവനോടുള്ള പ്രേമം എത്ര അഗൈതവമാണെന്ന് ഞങ്ങൾക്കറിയാം. മാത്രമല്ല ശിവാനുഷ്ഠാനങ്ങളെക്കുറിച്ച് നിനക്ക് നന്നായി അറിയാം. നീ ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പുതിയതായ ഞങ്ങളെ ആ ശിവപൂജയെല്ലാം പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ശിവസ്തുതിപരമായ ഗാനങ്ങൾ ആലപിച്ച് ശിവാനുഷ്ഠാനങ്ങൾ ചെയ്ത് തിരുവണ്ണാമല ശിവക്ഷേത്രത്തിൽ ചെന്ന് തൊഴുവാം എന്ന് വിളിച്ചുണർത്തുകയാണ്. ഒളിയാർന്ന പുഞ്ചിരി തൂകിടുന്നോളെ പുലർന്നില്ലേ നേരം ഇതുവരെയും. ഇനി മറ്റൊരു തോഴിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. എന്നിട്ട് ആ തോഴിയെ വിളിച്ചുണർത്തിയാണ്. ഒളിയാർന്ന പുഞ്ചിരി തൂകുന്നോളെ പുലർന്നില്ലേ നേരം ഇതുവരെയും, കിളിമൊഴിമാരമെല്ലാം വന്നു ചേർന്നോ. ഇതുവരെ നിനക്ക് നേരം ഉണർന്നില്ലേ? ഉണരൂ തോഴി, ഞങ്ങളിതാ നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ചൊല്ലാം, ഞാൻ എണ്ണി നോക്കിയിടും വരെ നിദ്ര നേരം കഴിക്കരുതേ. ഞാൻ ഇവിടെ എണ്ണുന്നത് വരെ, അതായത് ഞാൻ ശിവസ്തുതി ഗാനങ്ങൾ ആലപിച്ച് തീരുന്നത് വരെ നീ കിടന്നുറങ്ങരുതേ. വിണ്ണവർക്ക് അമൃതാം മറപ്പൊരുളേ, കണ്ണിന് അമൃതേകം ഈശ്വരനെ വാഴ്ത്തി നാം ഉള്ളൊരുകും നേരം എണ്ണി നോക്കിയിടുവാനായതില്ല. ഇങ്ങ് നീ തോഴി വന്ന് എണ്ണി നോക്കൂ, എണ്ണം തികയാഞ്ഞാൽ പോയുറങ്ങൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിന്നെ ആ എണ്ണം പറഞ്ഞ് വിളിക്കുകയാണ്. ആ എണ്ണം തികയുന്നതിന് മുമ്പ് നീ ഉണർന്നെഴുന്നേറ്റ് ഞങ്ങളുടെ കൂടെ വരൂ. കണ്ണിന് ഇമ്പം ഏകിടുന്നവനാണ് ശിവൻ. അതുകൊണ്ട് വേഗത്തിൽ ഉണരൂ. എന്നിട്ട് നമുക്ക് ആ പൊയ്കയിൽ പോയി നീരാടി തിരുവണ്ണാമലയിലെ ശിവക്ഷേത്രത്തിലേക്ക് പോകാം. അവിടെ കണ്ണിന് സുഹൃതമേകുന്ന ശിവഭഗവാൻ അവിടെ കുടികൊള്ളുന്നു. ഹരിയോട് ബ്രഹ്മാവും കാണാത്ത കുന്നൊത്ത ഹരനാം തന്നെ അറിയുമെന്ന് വീമ്പിളയ്ക്കുന്നോൾ പാലിൽ തേൻ ചേർന്നപ്പോൾ നാവാന്നോൾ വാതിൽ തുറക്കൂ നീയും. ഇനി മറ്റൊരു തോഴിയുടെ വീട്ടിൽ ചെല്ലാണ്. എങ്ങനെയാണ്? ഹരനായ ശിവനെ നന്നായി അറിയുന്നു എന്ന് വീമ്പിളക്കുന്ന, അല്ലയോ സുന്ദരി, പാലിൽ ചേർന്നപ്പോൾ നാവാർന്നോൾ, വളരെ മധുരമധുരമായി സംസാരിക്കുന്ന തേൻമൊഴിയാളെ വാതിൽ തുറന്ന് ഉണരുന്ന് ഞങ്ങളുടെ കൂടെ വരൂ. മണ്ണിനും വിണ്ണിനും മറ്റുള്ള ലോകങ്ങളൊന്നിനും അറിയാനാകാത്തവൻ്റെ കോലവും കുറവ് തീർത്ത് കൈക്കൊള്ളുന്ന ശീലവും നാമവും പാടി വാഴ്ത്തി നീലവെളിച്ചത്തിൽ ഉണർന്നിടുകില്ലേ നീ ഏലവാർ കുന്തലാളാകും തോഴി. അല്ലയോ സുന്ദരിയായ തോഴി, നീ ഉണരൂ. എന്നിട്ട് ആ ശിവനെ സ്തുതിച്ച് നമുക്ക് പാടാം. കോലവും കുറവുകളും തീർത്ത് കൈക്കൊള്ളുന്ന ശീലവും നാമവും പാടി വാഴ്ത്താം. നമുക്ക് ശിവൻ്റെ മഹിമകൾ പാടി വാഴ്ത്തി ശിവനെ സ്തുതിച്ച് തിരുവണ്ണാമല ശിവക്ഷേത്രത്തിലേക്ക് പോകാം. ഞങ്ങളെ നാളെ ഉണർത്തുവാൻ വന്നിടാം എന്ന് നീ ഇന്നലെ ചൊല്ലിയതല്ലേ? നീ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ ഞങ്ങളെ ഉണർത്താൻ നീ വരാമെന്ന്. ഇപ്പോൾ ഞങ്ങൾ വന്ന് നിന്നെ ഉണർത്തേണ്ട അവസ്ഥ വന്നു. നേരം പുലർന്നില്ലേ മാൻമിഴി, ഇന്നലെ നീ ചൊന്ന വാക്കുകൾ എങ്ങ് പോയി? നീ പറഞ്ഞില്ലേ നാളെ ഞാൻ വന്ന് നിങ്ങളെ ഉണർത്താമെന്ന്. അങ്ങനെയുള്ള നീ ഉറങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നാണ് നിന്നെ ഉണർത്തുന്നത്. നീ ചൊന്ന വാക്കുകൾ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. മാനവർ മറ്റു ലോകങ്ങളിൽ വാഴുന്നവർ പോലും അറിഞ്ഞിടാത്തോൻ താനേ വന്ന് ഞങ്ങൾക്കായി അരുളിയാൻ ചേലക്കടൽ വാഴ്ത്തി വാണിടുന്നേരം ചിത്തമുരുകുക വായി തുറന്നിടുക ചേരുമോ ഇമ്മട്ടുറക്കം തോഴി. ശിവസ്തുതിപരമായ ഗാനങ്ങൾ ആലപിച്ച് നാം പ്രകീർത്തിച്ച് പാടേണ്ട സമയത്ത് നീ ഇങ്ങനെ ഉറങ്ങുന്നത് ശരിയാണോ? നമ്മൾക്കും മറ്റുള്ളവർക്കും ശ്രേഷ്ഠനാം നാഥനെ വാഴ്ത്തിടാം എൻ്റെ തോഴി. എല്ലാവർക്കും ശ്രേഷ്ഠനായ ആ മഹാജ്യോതി സ്വരൂപനെ നമുക്ക് വീണ്ടും വീണ്ടും വാഴ്ത്തിപ്പാടാം. അതുകൊണ്ട് ഉണരൂ തോഴി എന്ന് പറയണം.
ഇത് മാണിക്യവാചകർ നമുക്ക് നൽകുന്നൊരു ഉപദേശം കൂടിയാണ്. അല്ലയോ തോഴ അല്ലെങ്കിൽ തോഴി, നിങ്ങൾ ഉണരൂ, എന്നിട്ട് ശിവസ്തുതിപരമായ ഗാനങ്ങൾ ആലപിച്ച് ശിവപൂജ ചെയ്ത് ശിവമാർഗത്തിലൂടെ ചരിക്കൂ എന്നാണ് ഇവിടെ മാണിക്യവാചകർ ഈ നീരാട്ട് പാട്ടിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇനിയും ഉറങ്ങിക്കിടക്കാൻ സമയമില്ല, അതുകൊണ്ട് ഉണരൂ, സമയം അതിക്രമിച്ചിരിക്കുന്നു, ഉണരൂ. എന്നിട്ട് ആ ശിവഗാനങ്ങൾ ആലപിച്ച് ശിവസ്തുതികൾ ആലപിച്ചിട്ട് ശിവപൂജ ചെയ്തിട്ട് ശിവമാർഗത്തിലൂടെ അല്ലയോ സാധക നീ വേഗത്തിൽ ചരിക്കുക, ഇനി നിനക്ക് ഉറങ്ങിക്കിടക്കാൻ സമയമില്ല, ഉണരൂ ഉണരൂ, വേഗത്തിൽ ഉണർന്ന് ശിവസാധന ചെയ്യൂ എന്ന് മാണിക്യവാചകർ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മളോട് മാണിക്യവാചകർ പറയുന്ന ഒരു ഉണർത്തുപാട്ടാണിത്. ഇത് വായിക്കുമ്പോൾ തന്നെ ഉറങ്ങിക്കിടക്കുന്ന നമ്മളും ഉണർന്ന് ശിവസാധന ചെയ്യാൻ തുടങ്ങാം. ഇതാണ് ഈ ഉണർത്തുപാട്ടിൻ്റെ, ഈ നീരാട്ടുപാട്ടിൻ്റെ സ്വഭാവം. ഓം ശിവായ നമഃ.